കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്നും അദ്ദേഹത്തെ പിച്ച് ചീന്തിയത് മാധ്യമങ്ങളാണെന്നും ആന്റണി എം.പി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും അധികം എംഎൽഎമാരുടെ പിന്തുണ കിട്ടിയ നേതാവാണ് അദ്ദേഹം. കെ. കരുണാകരൻ തന്റെ പ്രതാപകാലത്ത് പോലും ലഭിക്കാത്ത പിന്തുണയാണ് കെ.സിക്ക് പാർട്ടിയിലുള്ളത്. എന്നിട്ടും അദ്ദേഹം പുതിയൊരു തീരുമാനമുണ്ടായപ്പോൾ അതിന്റെ കൂടെ നിന്ന് മാതൃകയായെന്നും ആന്റണി എം.പി. പറഞ്ഞു. കെ.സി. വേണുഗോപാൽ ഞങ്ങളുടെ എല്ലാം നേതാവാണ്. അദ്ദേഹത്തെ ഞങ്ങൾ എപ്പോഴും ഒന്ന് കാണാറുള്ളതാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നു. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. ഇത്തവണ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇന്നേവരെ ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത വിധം എംഎൽഎമാര് പിന്തുണച്ച ഒരു നേതാവാണ്. എനിക്ക് തോന്നുന്നു കെ. കരുണാകരന്റെ പ്രതാപകാലത്ത് പോലും അദ്ദേഹത്തിന് പോലും പാർലമെന്ററി പാർട്ടിയിൽ ഇത്രയും അംഗങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു പുതിയ തീരുമാനത്തിന് ഏറ്റവും വിധ പിന്തുണയും കൊടുത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാതൃകയായി നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ കാണുക, ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ വലിച്ചുകീറുന്നത്, ഞങ്ങളാരുമല്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി വി.ഡി. സതീശൻ. കേരളം ആഗ്രഹിക്കുന്ന ഭരണാധികാരിയെ തിരിച്ചു കിട്ടിയെന്നും നിയുക്ത മുഖ്യമന്ത്രിക്ക് മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയെന്നും ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഏതായാലും കേരളീയ സമൂഹം അറിയിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം എന്നുണ്ടാവും. എല്ലാവിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും യു.ഡി.എഫിൽ നിന്നൊക്കെ ഉണ്ടാവും. യു.ഡി.എഫിന്റെ ശക്തമായ പിന്തുണയാണ് തളിപ്പറമ്പിലെ വിജയത്തിന് കാരണമെന്ന് നിയുക്ത എം.എൽ.എ. ടി.കെ. ഗോവിന്ദൻ. നേതാക്കളെ കണ്ട് നന്ദി രേഖപ്പെടുത്തും. സർക്കാർ രൂപീകരിച്ച ശേഷം മണ്ഡലത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ടെന്നും ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് യു.ഡി.എഫ് നേതാക്കൾ പ്രത്യേകിച്ചും രമേശ് ജിയുടെയൊക്കെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ വന്നു, പ്രചരണത്തിന് വേണ്ടി വന്നു. ആ നിലയിൽ ആദ്യമേ വലിയ സപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് അവർ പാർട്ടിയും രമേശ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അവർ തീരുമാനിക്കേണ്ടതാണ്.